Hi everyone, welcome back to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡിലെ പൊളിറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കയറി നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. അത് നന്നായിട്ട് അത് മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ് അതും. ഓക്കെ, അപ്പോൾ അത് കയറി കാണുക, ചാപ്റ്റർ മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കാനായിട്ട് ഈ ചാനലിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ചാനൽ ഷെയർ ചെയ്യുക, എല്ലാവരും എക്സാം ടോപ്പർ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് എക്സാം ടോപ്പർ ആവാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. 10th question, describe the two ways in which government has tried to implement the equality. അപ്പോൾ ഗവൺമെൻറ് ഇക്വാലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വഴികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The two ways in which the government has tried to implement the equality that is guaranteed in the constitution are through laws, through government programs or schemes to help disadvantaged communities. അപ്പം രണ്ട് വഴികൾ ഏതൊക്കെയാണ്? ഒന്ന് ലോസ്, നിയമങ്ങളിലൂടെയും മറ്റേത് ഗവൺമെൻറ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സ്കീംസിലൂടെ. ഓക്കെ, 11th question, what is the most important step the government has taken to end inequality? One of the steps taken by the government is the midday meal scheme. ഓക്കെ, അപ്പം ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഗവൺമെൻറ് എടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണ് ഇനീക്വാലിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അത് മിഡ് ഡേ മീൽ സ്കീമാണ്. 12th question, explain the midday meal scheme. എന്താണ് മിഡ് ഡേ മീൽ സ്കീം? This refers to the program introduced in all government elementary schools. It provides children with cooked lunch. Tamil Nadu was the first state in India to introduce this scheme. In 2001, the Supreme Court asked all state governments to begin this program in their schools within 6 months. അപ്പം ഈ സ്കീം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തമിഴ്നാടു ആണ് കൊണ്ടുവന്നത്, അവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിനുശേഷം സുപ്രീം കോർട്ട് 2001 എല്ലാ ഗവൺമെൻറ്റ്സിനോടും പറഞ്ഞു ഇത് അവരുടെ എലമെൻ്ററി സ്കൂളിൽ എല്ലാ ഗവൺമെൻറ് എലമെൻ്ററി സ്കൂളിലും ഈ ഒരു സിസ്റ്റം കൊണ്ടുവരണം, മിഡ് ഡേ മീൽ സ്കീം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എല്ലാ രാജ്യത്തുള്ള എല്ലാ ഗവൺമെൻറ് എലമെൻ്ററി സ്കൂളിലും ഇപ്പം ഈ മിഡ് ഡേ മീൽ സ്കീം ഉണ്ട്. This program has many positive effects, which include the fact that more poor children have begun enrolling and regularly attending school. This program has also helped reduce caste prejudices because both lower and upper caste children in the school eat this meal together. In a few places, Dalit women have been employed to cook the meal. The midday meal program also helps to reduce the hunger of poor students who often come to school and cannot concentrate because their stomachs are empty. ഇത് മിഡ് ഡേ മീൽ സ്കീം പ്രോഗ്രാം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. അതായത് ഇപ്പം പാവപ്പെട്ട കുട്ടികൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാൻ തുടങ്ങി, അവർ ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ കാസ്റ്റ് പ്രിജുഡൈസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിന് നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റി. കാരണം ലോവർ കാസ്റ്റിലുള്ളവരും അപ്പർ കാസ്റ്റിലുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ദലിത് വുമൺ ആയിരുന്നു ഈ മീല് കുക്ക് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ആ കാരണങ്ങൾ കൊണ്ടും വളരെ നല്ലൊരു ബെനിഫിറ്റാണ്. കാരണം കാസ്റ്റ് പ്രിജുഡൈസ് തന്നെ ഇറേസ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ വിശപ്പ് ശമിപ്പിക്കാനായിട്ട് പറ്റി. അവർ വിശന്നിരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ക്ലാസ്സിലിരുന്ന പല കുട്ടികൾക്കും വിശപ്പടക്കി നല്ല കോൺസെൻട്രേഷനോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് മിഡ് ഡേ മീൽ സ്കീം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണിത്. ഇത് 5 മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ മിഡ് ഡേ മീൽ സ്കീം. 13th question, explain universal adult franchise. എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? In a democratic country, irrespective of what religion they belong to, how much education they have had, what caste they are, or whether they are rich or poor, are allowed to vote. This is called universal adult franchise. ഒരു ജനാധിപത്യ രാജ്യത്തിൽ എല്ലാവരും അവരെന്ത് റിലീജിയൻ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ, കാസ്റ്റ്, പാവപ്പെട്ടവർ, പണക്കാർ, ആരുമായിക്കോട്ടെ എല്ലാവർക്കും ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 3 ബെനിഫിറ്റ്സ് ഓഫ് മിഡ് ഡേ മീൽ പ്രോഗ്രാം.
നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ മിഡ് ഡേ മീൽ പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് 3 എണ്ണമായിട്ട് എടുത്തെടുത്ത് പഠിക്കാം. അതായത് ഫസ്റ്റ് കേസിൽ അവർ പറയുന്നത് പാവപ്പെട്ട കുട്ടികളെല്ലാം സ്കൂൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ടീച്ചേഴ്സ് പണ്ട് റിപ്പോർട്ട് ചെയ്യായിരുന്നു കുട്ടികൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവരുടെ വീടുകളിൽ പോയാൽ പിന്നെ തിരിച്ചു വരികയില്ലായിരുന്നു എന്ന്. പക്ഷേ ഇപ്പം ഈ മിഡ് ഡേ മീൽ സ്കീം അല്ലെങ്കിൽ മിഡ് ഡേ മീൽ പ്രോഗ്രാം വന്നതിലൂടെ കുട്ടികളാരും ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് വീടുകളിലേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അറ്റൻഡൻസ് കുറയാറില്ല. അങ്ങനെ അവരുടെ അറ്റൻഡൻസ് ഇംപ്രൂവ്ഡായി. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, കുട്ടികളുടെ അറ്റൻഡൻസ് ഇംപ്രൂവ്ഡായി. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കാസ്റ്റ് പ്രിജുഡൈസിനെ മാറ്റാൻ പറ്റി അല്ലേ? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യന് കണ്ട പോലെ തന്നെ കാസ്റ്റ് പ്രിജുഡൈസിനെ മാറ്റാൻ പറ്റി. അതായത് ലോവർ കാസ്റ്റും അപ്പർ കാസ്റ്റ് സ്റ്റുഡൻസൊക്കെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ദലിത് വുമൺ ആണ് ഫുഡ് കുക്ക് ചെയ്തത്. അങ്ങനെ കാസ്റ്റ് പ്രിജുഡൈസിനെ മാറ്റാൻ പറ്റി. തേർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മിക്ക കുട്ടികൾക്കും ഫുഡ് കഴിക്കാൻ സാധിക്കാണ്ട് വിശന്നിരുന്ന് പഠിക്കേണ്ട പല കുട്ടികൾക്കും അവരുടെ വിശപ്പടക്കാൻ സാധിച്ചു. അങ്ങനെ അവരുടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് 3 ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 16th question, what is one of the main reasons which is responsible for the continuance of discrimination? ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഈ ഗവൺമെൻറ് ഒരുപാട് ലൂസും പ്രോഗ്രാംസും ഒക്കെ കൊണ്ടുവന്നിട്ടും ഈ ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? One of the main reasons for continuance of discrimination is that attitudes change very slowly. Persons are aware that discrimination is against the law. Still, they continue to treat people unequally on the basis of their caste, religion, disability, economic status and sex. അപ്പോൾ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ക്രിമിനേഷൻ കണ്ടിന്യൂ ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ്. അത് വളരെ പയ്യെ മാറത്തുള്ളൂ അല്ലേ? അവർക്കറിയാം ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ നിയമത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണെന്ന് അവർക്കറിയാം. എങ്കിൽ പോലും അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. എന്തുകൊണ്ട്? അവരുടെ ആറ്റിറ്റ്യൂഡ്സ് വളരെ സ്ലോലിയാണ് ചേഞ്ച് ആവുന്നത്. 17th question, account for issues of equality in other democracies. അപ്പം നമ്മൾ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ ആഫ്രിക്കൻ അമേരിക്കൻസിൻ്റെ കാര്യം നമുക്ക് ഇവിടെ പറയാവുന്നതാണ്. മറ്റ് ഉള്ള ഡെമോക്രസീസിൽ നടക്കുന്ന ഇക്വാലിറ്റിയുടെ ഇഷ്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻ മോസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രീസ് അറൗണ്ട് ദ വേൾഡ് ദ ഇഷ്യൂ ഓഫ് ഇക്വാലിറ്റി കണ്ടിന്യൂസ് ടു ബി ദ കീ ഇഷ്യൂ അറൗണ്ട് വിച്ച് കമ്മ്യൂണിറ്റീസ് സ്ട്രഗിൾ. ഇൻ USA, the African Americans bought as slaves from Africa continue to be largely unequal. This is despite a movement in the late 1950s to push for equal rights for African Americans. Prior to this, Africo-Americans were treated extremely unequally in the United States. They were denied equally through law. അപ്പം നമ്മൾ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ ഒരുപാട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസ് ഈ ഇനീക്വാലിറ്റീസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USA ആഫ്രിക്കോ അമേരിക്കൻസ് അവരെന്ന് പറയുന്നത് ആരാ? സ്ലേവ്സ് ആയിട്ടാണ് ഈ ആഫ്രിക്കക്കാരെ സ്ലേവ്സ് ആയിട്ട് പണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അവരുടെ തലമുറക്കാരെയാണ് നമ്മൾ ഈ ആഫ്രിക്കോ അമേരിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെ അണീക്വലായിട്ടാണ് അവിടെ ട്രീറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം 1950 ഒരു മൂവ്മെൻറ്റ് നടന്നു. അതിനുശേഷം ഒരു ലോ ഒക്കെ വന്നു. അതിനുശേഷം അവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് ഈ ഗവൺമെൻറ് കൊടുക്കുന്നത്. 18th question, what is major challenge to democracy? എന്താണ് ഡെമോക്രസിക്ക് നേരിടേണ്ട ഏറ്റവും വലിയ വെല്ലുവിളി? No country is described as completely democratic country. There are always certain challenges like caste system, inequality of gender or gender bias, economic or social inequality. Communities and individuals are always trying to expand democracy. They push for equality on existing and new issues. ഒരു കൺട്രിയും പൂർണ്ണമായിട്ടും ഡെമോക്രാറ്റിക് അല്ലേ? ഒരുപാട് ചലഞ്ചസ് ഇപ്പോഴും ഈ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രീസ് നേരിടുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണത്? കാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇനീക്വാലിറ്റീസ്, അതുപോലെ തന്നെ ജെൻഡർ ബേസ്ഡ്, പിന്നെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നോക്കിയിട്ടുള്ള ഒരുപാട് ഇനീക്വാലിറ്റീസ് ഇപ്പോഴും ഡെമോക്രാറ്റിക് കൺട്രീസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രി അല്ലെ ഡെമോക്രസിയുടെ ചലഞ്ചസ് എന്ന് പറയുന്നത്. 19th question, describe the incident that led to civil rights movement. എന്ത് ഇൻസിഡൻറ്റ് കാരണമാണ് നമ്മുടെ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഉണ്ടായത്? Rosa Parks was an Africo-American woman tired from a long day at work. She refused to give up her seat on a bus to a white man on December 1, 1955. Her refusal started a huge agitation against the unequal ways in which Africo-Americans were treated. This came later on to be known as the Civil Rights Movement.
അപ്പം നമ്മൾ ഈ ഇൻസിഡൻറ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നല്ലേ, റോസാ പാർക്സ് എന്ന് പറയുന്ന ഒരു ആഫ്രിക്കോ അമേരിക്കൻ വുമനാണ്. അവരവരുടെ ജോലി കഴിഞ്ഞ് ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ, വളരെ ടയേർഡായിട്ട് അവർ ട്രാവൽ ചെയ്യുകയായിരുന്നു. അതെന്നാണ് December 1st, 1955. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ കയറി വരികയും അവരുടെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറിയില്ല. അങ്ങനെ അവർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊടുക്കാണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി, ഈ അമേരിക്കക്കാർക്ക് ഒരുപാട് ദേഷ്യമായി. അവർ ഒരുപാട് രീതിയിൽ ഇവരെ അൺഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയും അങ്ങനെ വലിയൊരു പ്രശ്നമാവുകയും അങ്ങനെയാണ് ഈ സിവിൽ റൈറ്റ്സ് മൂവ്മെൻറ്റ് ഡെവലപ്പ് ആവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 20. വാട്ട് ഈസ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1964? എന്താണ് സിവിൽ റൈറ്റ്സ് ആക്ട്? The Civil Rights Act of 1964 prohibited discrimination on the basis of race, religion or national origin. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഡിസ്ക്രിമിനേഷനെയൊക്കെ പ്രൊഹിബിറ്റ് ചെയ്തു അല്ലേ, എന്തിൻ്റെയൊക്കെ ബേസിലുള്ള, റേസ്, റിലീജിയൻ, നാഷണാലിറ്റീനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ക്രിമിനേഷനെ ഇവർ പ്രൊഹിബിറ്റ് ചെയ്തു. It also stated that all schools would be open to African children and that they would no longer have to attend separate schools specially set up for them. അതുപോലെ തന്നെ ഈ സിവിൽ റൈറ്റ്സ് ആക്ടിൽ പറയുന്ന കാര്യമാണ്, ഈ ആഫ്രിക്കോ അമേരിക്കൻ സ്റ്റുഡൻസിനും അതുപോലെ അമേരിക്കൻ സ്റ്റുഡൻസിനും സെപ്പറേറ്റ് സ്കൂളായിരുന്നു അല്ലേ. ഇനി മുതൽ ആഫ്രിക്കോ അമേരിക്കൻ ചിൽഡ്രനും ബാക്കിയുള്ളവർ അറ്റൻഡ് ചെയ്യുന്ന സ്കൂളിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഈ ആക്ട് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നന്നായി കാണുക, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ നന്നായി മനസ്സിലാക്കുക, ആൻസേഴ്സൊക്കെ നന്നായി പഠിക്കുക, എന്നിട്ട് എക്സാം എഴുതുക, എക്സാം ടോപ്പർ ആവുക. ഓക്കെ, അപ്പം എക്സാം ടോപ്പേഴ്സ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.